ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP ദില്ലിയിൽ വലിയ പ്രക്ഷോഭം നടത്തി വരികയായിരുന്നു. ദില്ലിയിലെ ആ പ്രക്ഷോഭത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി അവിടേക്ക് വലിഞ്ഞു കയറിപ്പോയത് ചില ഇടത് നേതാക്കന്മാരുണ്ടല്ലോ. മാത്രമല്ല സാക്ഷാൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പോലും ഇപ്പോൾ അദ്ദേഹം കാരണമാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് എന്നുവരെ പറഞ്ഞു നടക്കുന്നുണ്ട്. സത്യത്തിൽ രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ പലതാണ്. രാജ്യം മുഴുവൻ അക്രമം നടത്താനുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ആ തയ്യാറെടുപ്പുകൾക്കൊപ്പം തന്നെ യുവജനതയ്ക്ക് കാര്യമായ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഉചിതമായ ഒരു തീരുമാനമെടുത്തത്. BJPക്ക് ഈ ഒരു CJPയുടെ സമരം നേരിടുന്നതിൽ വലിയ വീഴ്ച പറ്റിയെന്ന് ആ പാർട്ടി തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതിൻ്റെ ക്രെഡിറ്റ് BJP ഈ പ്രതിപക്ഷത്തിന് നൽകുന്നില്ല. പ്രതിപക്ഷത്തിനോ ഈ പറയുന്ന ഇടത് നേതാക്കൾക്കോ ഒന്നും അതിലൊരു റോളും ഉണ്ടായിരുന്നില്ല. മറ്റു പലരുമാണ് ഈ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ വിജയകരമായി നടക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാർ ഒരല്പം പ്രതിരോധത്തിലാവുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇപ്പോഴും നമ്മുടെ ജോൺ ബ്രിട്ടാസും അതുപോലെ തന്നെ A റഹീം എന്നൊക്കെ പറയുന്ന ഇടത് MP-മാർ ദില്ലിയിൽ കിടന്ന് ഷോ ഓഫ് കാണിക്കുകയാണ്. അവിടെ SFI ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു, യൂണിഫോം ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വന്നു, യൂണിഫോം ഇല്ലാതെ മഫ്റ്റിയിൽ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന നിയമം ഈ രാജ്യത്തുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ യൂണിഫോം ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞ് അത് തടയുന്നു. പിന്നീട് SFI നേതാക്കളെ ഒക്കെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നു. ചോദ്യപേപ്പർ ചോർന്നത് രാജ്യത്തിന് മഹാനാണക്കേടായി. എന്തൊക്കെയാണോ ഈ രാജ്യത്ത് നടക്കുന്നത്? ജനാധിപത്യം നശിച്ചോ? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങളും പ്രസ്താവനകളുമായി ഇടത് നേതാക്കൾ ദില്ലിയിൽ ചുറ്റിക്കറങ്ങുകയാണ്. മാത്രമല്ല കേരളത്തിൽ നിന്ന് പോയ മറ്റു പല ആളുകളും ഇപ്പോഴും ദില്ലിയിലുണ്ട്. ഇവരൊക്കെ സംസ്ഥാനത്തേക്ക് മടങ്ങി വരാൻ സമയമായി എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. കാരണം സംസ്ഥാനത്ത് നടന്ന ഞെട്ടിക്കുന്ന കൊള്ളയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിണറായി വിജയനും അതുപോലെ തന്നെ ഇടത് MP-മാരുമെല്ലാം നാണം കെട്ട് തലകുനിക്കേണ്ടി വരും. കേരളത്തിൽ നടന്ന PSC തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു SITയെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോഴത്തെ സർക്കാർ നിയോഗിച്ചിരുന്നു. ആ അന്വേഷണ സംഘം, അതായത് ഇൻസ്പെക്ടർ ജനറൽ അജീത ബീഗമിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണ സംഘം ഇപ്പോൾ പ്രാഥമികമായി ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ സത്യത്തിൽ കേരളത്തിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. ഞെട്ടിക്കുന്നത് എന്ന് പറയാൻ കാരണം കേരളത്തിലെ PSC ആസ്ഥാനത്തെ കേരളത്തിലെ യുവജനങ്ങൾ ഒരു ക്ഷേത്രം പോലെയാണ് കാണുന്നത്. PSC ആസ്ഥാനത്തിന് മുന്നിലൂടെ നടന്നു പോകുന്ന ആളുകൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ആ കെട്ടിടത്തെ നോക്കിക്കാണുന്നത്. കാരണം അവരുടെ ഭാവി അവിടെ ഉണ്ട് എന്നവർക്കറിയാം. ആ കെട്ടിടത്തിലുള്ള ഒരു സംവിധാനത്തെ കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ വിശ്വസിച്ചിരുന്നു 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വരെ. എന്നാൽ അതിനുശേഷം പിണറായി വിജയൻ്റെ സർക്കാർ കാട്ടിക്കൂട്ടിയ സാഹസങ്ങൾ കാരണം PSCയുടെ വിശ്വാസ്യത പണ്ടേ നഷ്ടമായി. പക്ഷേ ഇങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്ന് ഇപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ അറിയുന്നത്. ഇത്രയൊക്കെ അട്ടിമറി നടന്നിട്ടും മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയായിരുന്ന പിണറായി വിജയൻ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യമാണ് സംസ്ഥാനത്തെ യുവജനത ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അതായത് PSCയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ആസൂത്രണ ബോർഡിലെ ചീഫ് എന്ന് പറയുന്ന പോസ്റ്റ്, ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷനിലെ ആസൂത്രണ ബോർഡിലെ ചീഫ്, ഇതൊരു പദവിയാണ്. ഈ പദവിയിലേക്ക് നടന്ന ഒരു പരീക്ഷ, ആ പരീക്ഷയിലെ ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നു, നിരവധി ഉദ്യോഗാർത്ഥികൾ ആ പരീക്ഷ എഴുതുന്നു, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പുറത്തു വരുന്നു. ആ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്കായി മാറുന്നത് ഈ അരുൺ J. പ്രതാപ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ, അവരുടെ ബുദ്ധിശേഷിയെ മുഴുവൻ വില കുറച്ച് കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 1ാം റാങ്കുകാരന് കേരളത്തിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷൻ എന്ന് തന്നെ പറയാവുന്ന, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണത്, ആസൂത്രണ ബോർഡ് ചീഫ് എന്ന് പറയുന്നത്. ആ ഒരു പദവിയിലേക്ക് നടന്ന ഒരു ഉദ്യോഗാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിൽ പരീക്ഷ എഴുതി 1ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത് വെറും 53 മാർക്കാണ്. 100ൽ 53 മാർക്ക് കിട്ടിയവൻ 1ാം റാങ്കുമായി ആ 1ാം തരം ആകർഷണീയതയുള്ള ജോലി തട്ടിക്കൊണ്ടുപോകുന്നു. സംശയം തോന്നും ഒപ്പം എഴുതിയവർക്ക്. കാരണം പഠിച്ച് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് രാവിനെ പകലാക്കിക്കൊണ്ട് പണിയെടുത്ത് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് ഇതിൽ സംശയം തോന്നാം. താൻ എത്ര മാർക്കിനായിരിക്കും എഴുതിയിട്ടുണ്ടാവുക എന്ന് ഒരു ഏകദേശ ധാരണ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടാകും. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ഉയർന്ന മാർക്കിന് എഴുതിയിട്ടുണ്ട് എന്ന് വിലയിരുത്തിയ ഉദ്യോഗാർത്ഥികൾ അങ്ങനെ വിശ്വസിച്ചിരിക്കുമ്പോൾ 53 മാർക്ക് കിട്ടിയ 100ന് വെറും 53 മാർക്ക് കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥി
ഒന്നാം റാങ്കിലെത്തുകയും ആ ജോലി തട്ടിക്കൊണ്ടുപോവുകയും ചെയ്താൽ ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുമെന്ന് ഈ പിണറായി വിജയൻ സർക്കാരിലെ ആളുകൾ വിചാരിച്ചോ എന്നറിയില്ല. പക്ഷേ പലരും RTI അപേക്ഷ നൽകി. തനിക്ക് താൻ എഴുതിയ ഉത്തരക്കടലാസിന്റെ പകർപ്പ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നു. ഈ RTIയുടെ പകർപ്പ് നൽകാതിരിക്കാൻ PSCക്കകത്തുള്ള ഏമാന്മാർ പരമാവധി ശ്രമിച്ചു. 1-1.5 വർഷം ഈ രേഖകൾ കൊടുക്കാതെ അല്ലെങ്കിൽ ഉത്തരക്കടലാസുകൾ കൊടുക്കാതെ PSCയിലെ ഏമാന്മാർ പിടിച്ചു നിന്ന് നോക്കി. പിന്നീട് അതിനുശേഷം ആ ഉത്തരക്കടലാസ് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ അവർ കണ്ടത് ഞെട്ടിപ്പോയി. തങ്ങൾ പാടുപെട്ട് പഠിച്ചെഴുതിയ 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ല എന്ന ഞെട്ടിക്കുന്ന വസ്തുത അവരറിഞ്ഞു. സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷെ അതിൻ്റെ പ്രാധാന്യം കേരളീയർ മനസ്സിലാക്കിയില്ല. 10 ചോദ്യങ്ങൾക്ക് മൂല്യനിർണ്ണയം നടത്തിയിട്ടില്ലെങ്കിൽ എന്താകാനാണ് എന്നാണ് ചോദിക്കുന്നത് പലരും. പക്ഷേ ഈ 10 ചോദ്യങ്ങൾക്ക് എന്തുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തിയില്ല എന്ന ചോദ്യത്തിന് PSC ഒരു വിശദീകരണം നൽകിയിരുന്നു. PSC ഒരു ക്യാപ്സ്യൂൾ നൽകിയിരുന്നു. ആ ക്യാപ്സ്യൂൾ AKG സെന്ററിൽ നിന്ന് കൊടുത്തതാണോ എന്നറിയില്ല. എന്തായാലും ഇതൊരു കമ്പ്യൂട്ടറൈസ്ഡ് സ്ക്രീനിങ് ആണ് നടക്കുന്നത്. അതായത് കമ്പ്യൂട്ടർവൽക്കരിച്ച മൂല്യനിർണ്ണയമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷീറ്റിൽ കമ്പ്യൂട്ടർവൽകൃത മൂല്യനിർണ്ണയത്തിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ സംഭവിച്ച ഒരു പിഴവാണെന്നും അല്ലാതെ ഇത് സാങ്കേതിക പ്രശ്നമാണല്ലാതെ ഇതിനകത്ത് അട്ടിമറിയൊന്നുമില്ല എന്നുമൊക്കെയാണ് PSC അന്ന് വിശദീകരണം നടത്തിയത്, ഒരു ക്യാപ്സ്യൂൾ ഇറക്കിയത്. എന്നാൽ SIT അന്വേഷണത്തിൽ PSCയുടെ ക്യാപ്സ്യൂളുകൾ ഒന്നൊന്നായി പൊളിയുകയാണ്. ഒന്നാമത്തെ SIT ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന 1ാം റാങ്കുകാരനായ വെറും 100-ന് 53 മാർക്ക് വാങ്ങി 1ാം റാങ്കുകാരനായി മാറിയ ഈ അരുൺ ജെ പ്രസാദ് എന്ന് പറയുന്ന ആ വ്യക്തി കടുത്ത CPM അനുകൂലിയാണ്. CPM അനുകൂല സർവീസ് സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഒന്നാമതായി SIT കണ്ടെത്തുന്നു. രണ്ടാമത്തെ കണ്ടെത്തൽ, ഈ പറയുന്ന അരുൺ ജെ പ്രസാദ് ഉറക്കമിളച്ച് പഠിച്ചിട്ടുള്ളയാളല്ല, കറക്കിക്കുത്തി പരീക്ഷ എഴുതിയതാണ്. 10 ചോദ്യങ്ങൾക്ക് ഈ പറയുന്ന 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയിട്ടില്ല. ഈ 10 ചോദ്യങ്ങളും അങ്ങനെ കറക്കിക്കുത്താൻ കഴിയുന്നതല്ല. ബുദ്ധി ഉപയോഗിച്ച് ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളാണ്, വിവരിച്ചെഴുതേണ്ട ചോദ്യങ്ങളാണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഈ പറയുന്ന മണ്ടൻ ഉത്തരം എഴുതാൻ പറ്റിയില്ല. അങ്ങനെ ഉത്തരം എഴുതാത്തത് കൊണ്ട്, അതായത് തങ്ങൾ ഈ പറയുന്ന പദവിയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ച ഇടതുപക്ഷ തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ സർവീസ് സംഘടനയുടെ നേതാവിന് എഴുതാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരീക്ഷ എഴുതിയ ഒരാളുടെയും 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തേണ്ട എന്ന് PSCക്കകത്തിരിക്കുന്ന അതിബുദ്ധിമാന്മാർ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇയാൾ 1ാം റാങ്കിലേക്ക് എത്തിയത്. ഈ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം ചെയ്തിരുന്നുവെങ്കിൽ ഇയാൾ ഈ റാങ്ക് ലിസ്റ്റിലേ വരുമായിരുന്നില്ല എന്ന് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ 2 കണ്ടെത്തലുകളാണ് ഇപ്പോൾ നിർണായകമായി വന്നിരിക്കുന്നത്. ഇനിയും വിശദമായ അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആദ്യത്തെ പ്രാഥമികമായ റിപ്പോർട്ടിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു, സാങ്കേതിക തകരാറൊന്നുമല്ല, ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ പുറകെ വരുന്നുണ്ട്. പക്ഷേ എന്തായാലും പ്രാഥമികമായി ഇത് സാങ്കേതിക തകരാറല്ല എന്ന കാര്യം ഈ SIT സംഘം ഉറപ്പിച്ചിരിക്കുന്നു. ഇതിനു പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിനകത്തുണ്ട്. മാത്രമല്ല ഉന്നത രാഷ്ട്രീയ നേതൃത്വവും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇവർ കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി PSCയുടെ ഈ മൂല്യനിർണ്ണയത്തെ അട്ടിമറിച്ചുകൊണ്ട് CPM-കാരനായ ഒരു വ്യക്തിയെ ഉന്നതമായ പദവിയിലേക്ക് നിയമിക്കാൻ വേണ്ടി വലിയ ഗൂഢാലോചന നടത്തിയിരിക്കുന്നുവെന്നാണ് അജിത ബീഗമിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് ചീഫ്, ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഒന്നാണ്. ആ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 1.25 ലക്ഷം രൂപയാണ് പ്രതിമാസം. അത് 1.66 ലക്ഷം രൂപ വരെയാകാം. അങ്ങനെയുള്ള അതിനു പുറമെ മറ്റ് പല ആനുകൂല്യങ്ങളുമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും പോക്കറ്റിലേക്ക് വീഴുന്ന ഒരു ജോലി സർവീസ് സംഘടനാ നേതാവിന് ഒപ്പിച്ചു കൊടുക്കാൻ വേണ്ടി CPM നേതാക്കന്മാരും അതുപോലെ തന്നെ PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഇപ്പോഴത്തെ PSC ചെയർമാൻ അടക്കമുള്ളവരുടെ
പങ്കോടുകൂടി നടത്തിയിട്ടുള്ള ഒരു വലിയ മൂല്യനിർണയ അട്ടിമറിയാണ് PSCയിൽ നടന്നിരിക്കുന്നത് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാരാണ്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാരാണ്, അതിൽ മന്ത്രിമാരോ ജനപ്രതിനിധിയോ, എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി പോലും ഉണ്ടോ, ഇതൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിയേണ്ട കാര്യമാണ്. പക്ഷേ ഈ ആസൂത്രണ ബോർഡ് ചീഫിൽ മാത്രമല്ല ഇത് നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. സംസ്ഥാനത്ത് ഇത്തരത്തിൽ നടന്നിട്ടുള്ള എല്ലാ PSC അപ്പോയിന്റ്മെന്റുകളും പരിശോധിക്കേണ്ടതാണ്. എല്ലാം സംശയത്തിന്റെ നിഴലിലാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മറ്റ് വെവ്വേറെ കേസുകളിലായി 36ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ PSC എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്നത് വൻ അട്ടിമറികളായിരുന്നു. പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ നെഞ്ചത്ത് കടാര കുത്തിയിറക്കുന്നതിന് സമാനമായ അട്ടിമറിയാണ് ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദില്ലിയിൽ നിന്ന് A.A. റഹീമും അതുപോലെ തന്നെ ഈ ജോൺ ബ്രിട്ടാസും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം തിരികെ വരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള MP ആണ്. അവർ കേരളത്തിൽ വരണം. കേരളത്തിൽ നടന്നിട്ടുള്ള ഈ പറയുന്ന PSC നിയമനങ്ങൾ, 10 വർഷക്കാലം നടന്ന PSC നിയമനങ്ങൾ സ്വന്തം സർക്കാരിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തയ്യാറാകണം. തലസ്ഥാനം ഈ പറയുന്നത് പോലെ ദില്ലിയിനേക്കാൾ അപ്പുറത്തേക്ക് സമരമുഖരിതമാകേണ്ട ഒരു കേസാണ്. അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ദില്ലിയിൽ സമയം പാഴാക്കേണ്ടതില്ല. നീറ്റ് പരീക്ഷ ചോർന്നതുമായി ബന്ധപ്പെട്ട കേസുകൾ അത് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അവർക്ക് സർക്കാരുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വത്തിനും തീർച്ചയായും ബന്ധമുണ്ട് എന്ന് പോലീസ് സംവിധാനങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമരത്തിന്റെ തട്ടകം SFI ആയാലും CPM ആയാലും DYFI ആയാലും രാഹുൽ ഗാന്ധി ആയാലും ആ തട്ടകം കേരളത്തിലേക്ക് മാറ്റിയാലും